ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ് ഗൈസ്. ഞാൻ രാവിലെ ഇറങ്ങിയതാണ് സത്യത്തിൽ. കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് രണ്ടാമത്തെ കസ്റ്റമർ, അതായത് ഒരു 10:30 മണിക്ക് നമുക്കൊരു കസ്റ്റമർ കയറി. ആ കസ്റ്റമർ കയറിയിട്ട് ഇപ്പോൾ സമയം 5:11. അതായത് 4 മണി വരെ ഞാൻ ആ കസ്റ്റമറുടെ ഒപ്പം ഇരുന്നു. ആ ഒരു സംഭവം, ആ ഒരൊറ്റ കസ്റ്റമർ, അതായത് ആകെ 2 കസ്റ്റമറെ കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അതായത് ആ കസ്റ്റമറുടെ ഒപ്പം തന്നെ അങ്ങോട്ട് പോയി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ പുള്ളീൻ്റെ സിറ്റുവേഷൻ വളരെ ഇത്തിരി ദയനീയമായിരുന്നു. അത് ഞാൻ വഴി പറഞ്ഞുതരാം, കഥ കഥ ഒരു 1.5 കഥയാണ് ഗൈസ്, നിങ്ങൾ കേൾക്കണം. അങ്ങനെ സെക്കൻഡ് കസ്റ്റമർ കയറി. ഫസ്റ്റ് കസ്റ്റമർ നമ്മുടെ ഒരു നേഴ്സായിരുന്നു കേട്ടോ. അപ്പോൾ ആ നേഴ്സിനെ ഞാൻ ഇവിടുത്തെ നമ്മുടെ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് നമ്മുടെ കലൂർ മറ്റേ ജംഗ്ഷനില്ലേ, അവിടെ നിന്ന് കയറിയതാണ് ഈ മച്ചാൻ കയറിയേക്കണത് നേരെ പോളക്കുളത്ത് ബാറിലേക്കാണ്ട. പോളക്കുളത്ത് ബാറിലേക്കാണ്. അവ വണ്ടി കയറി പുള്ളി എനിക്ക് തോന്നുന്ന ചെറിയ രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതായത് ഒരു വൈറ്റ് റമ്മിൻ്റെ ഒരു സ്മെല്ല് വണ്ടി കയറിയപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ആ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കയറി ബാക്കിലിരുന്ന് മച്ചാൻ മൊബൈലിൽ ഇങ്ങനെ ഭയങ്കര ഒരു മെൻ്റലി ഒരു തകർന്നിരിക്കണ ഒരു സംഭവം വരുന്നുണ്ടാ. അത് ഞാൻ ഈ മിററിൽ കൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ മച്ചാൻ ഇങ്ങനെ, അപ്പം ഞാനിങ്ങനെ മിററിൽ കൂടി നോക്കണുണ്ടാവും. മച്ചാൻ ഹായ് ബ്രോ, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, ഹായ് ബ്രോ പേരെന്താന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇന്നപോലെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊന്നും ഞാൻ മിണ്ടിയിട്ടില്ലടാ. അപ്പോൾ മച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ഒന്ന് നിർത്തുമോ, സൈഡ് ഒതുക്കുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ സൈഡ് ഒതുക്കി കഴിഞ്ഞ് മച്ചാൻ ഫ്രണ്ടിൽ വന്ന് കയറി നമ്മുടെ കലൂർ ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ സൈഡ് ഒതുക്കിയത്. എന്നിട്ട് മച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എളമക്കര റൂട്ടിലോട്ടൊന്ന് കയറ്റുമെന്ന് ചോദിച്ചു. എളമക്കര റൂട്ടിലോട്ട് കയറ്റി. അവിടെ ഏതൊരു കൂട്ടുകാരൻ വന്ന് നിൽക്കാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ ഒടിച്ചെന്ന് എനിക്ക് തോന്നണം. കൂട്ടുകാരൻ വേറെ എവിടെയോ പോയി. ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ പോളക്കുളത്തേക്ക് എന്നെ ഇട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് വന്ന ഫണ്ടും കൂടി തരാട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, അവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറയടാം. അങ്ങനെ പോളക്കുളത്തെത്തി. ഞാൻ അവിടെ ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ബ്രോ ഒരു 10 മിനിറ്റ് പോസ്റ്റ് അടിക്കാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, പോസ്റ്റ് അടിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ച് നെട്ടൂരിലേക്കൊന്നും കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞാനവിടെ ഈ മയില്, എൻ്റെ പൊന്നെ മയില് പോണോക്കി റോട്ടിൽ കൂടി. എൻ്റെ ദൈവം, ചെല്ലാനത്തൊക്കെ മയില കട്ടായി. അങ്ങനെ ലാസ്റ്റ് ഞാൻ പോളക്കുളത്ത് ബാറിൻ്റെ ഫ്രണ്ടിലിട്ടേക്കണേണ് വണ്ടി. അങ്ങനെ വണ്ടി ഫ്രണ്ടിലിട്ടതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളിനെ കാണാനുള്ള. പിന്നെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോയേക്കണത് ദൈവമേ, ബാക്ക് സൈഡിൽ വല്ല അതുണ്ടായിരുന്ന പുള്ളി നൈസായിട്ട് ഇറങ്ങിപ്പോയാ. ഞാൻ ലാസ്റ്റ് ഞാൻ വണ്ടി ഓഫാക്കിയിട്ട് ഞാൻ മേളിലോട്ട് കയറണം ഉണ്ടായിരുന്നു. മേളിൽ കയറി നോക്കി പുള്ളി അപ്പോൾ മൂലക്കിരിക്കണേ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കണേ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് എന്നെ കണ്ടപ്പോൾ തന്നെ, ബ്രോ സോറി ട്ടാ ബ്രോ, ഇവിടെ വന്നിരിക്കും ബ്രോ എന്ന് പറഞ്ഞു. ഞാൻ ആ കുഴപ്പമില്ല ബ്രോ, ഞാൻ അവിടെ നിന്നോളാം, കാറി നിന്നോളാന്ന് പറയും. ലാസ്റ്റ് പുള്ളി പറഞ്ഞ എൻ്റെ അടുത്ത്, ബ്രോ പ്ലീസ് ഒന്ന് ഇവിടെ വന്നിരിക്കും ബ്രോ, എൻ്റെ കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, കുറച്ച് നേരം ഒന്ന് എൻ്റെ ഒപ്പം ഇരിക്കുമെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കും മനസ്സിലായി എന്തൊരു ബാഡ് അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് കഴിക്കാൻ വല്ലതും വേണമെന്ന് വെച്ചു, അതായത് കുടിക്കാൻ ബിയർ എന്തെങ്കിലും വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ബ്രോ, ഞാൻ ഡ്യൂട്ടിയിലാണ്, ഷോ ആണ്, അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈസൻസ് അടക്കം പോവും, വണ്ടി അടിക്കാൻ പാടില്ല. സീൻ പറഞ്ഞ സോറി ട്ടാ ബ്രോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ ബ്രോ, എന്താ സീൻ വല്ലതും ഉണ്ടാന്ന് വെച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയണ കഥ കേട്ടിട്ട് എൻ്റെ കിളി പോയി. ബ്രോ ഒന്നുമല്ല, ഞാൻ എൻ്റെ ലവറിൻ്റെ കല്യാണം കൂടാൻ വേണ്ടി വന്നേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ സാധനം തേപ്പ് കഥയാണ്. ഞാനപ്പോൾ ബ്രോ സങ്കടപ്പെടണ്ട, നമുക്ക് നമ്മളുടെ വാക്ക് അത് മാത്രമേ ഉള്ളല്ലോ ബ്രോ, സങ്കടപ്പെടണ്ട നമുക്ക്. ഇല്ല ബ്രോ, സങ്കടമൊന്നുമില്ല. ഞാൻ 11 വർഷമായിട്ട് പുള്ളിക്കാരത്തിനെ സ്നേഹിക്കണതാണ്. ഞാനിപ്പോൾ നാട്ടിലും വീട്ടിലൊക്കെ ഇവളെ കെട്ടും എന്നുള്ള രീതിയിൽ നടന്ന് വീട്ടുകാരുടെ മുമ്പിലും എല്ലായിടത്തും ഞാൻ ആകെ സീനായി ബ്രോ, ആകെ ജീവിതം മടുത്തിരിക്കണമെന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിക്കാരെ സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അപ്പോൾ 11 വർഷം സ്നേഹിച്ച പെണ്ണ് എന്താ ബ്രോ ഇട്ടിട്ട് പോകാൻ കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഈ ജാതകം നോക്കണ സമയത്ത് ഈ ചെക്കനെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ മൃത്യുവാ, ചൊവ്വാദോഷോ അങ്ങനെയൊക്കെ ഇല്ലേ, മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ചെക്കൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ ചെക്കൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അത് അവരുടെ വീട്ടുകാർക്ക്, പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പെണ്ണാണെന്നുണ്ടെങ്കിലാ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക്
ഇനി പറ്റൂല നിന്നെ സ്നേഹിക്കാൻ, ഞാനിവിടെ വെച്ച് നിർത്തണേണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒറ്റയടിക്ക് 11 വർഷം സ്നേഹിച്ച സംഭവം ഒറ്റയടിക്ക് സ്റ്റോപ്പായി. ഈ മച്ചാൻ വിചാരിച്ച് തമാശക്കായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ പെട്ടെന്നൊരു ദിവസം വാട്സാപ്പ് വഴി ലെറ്റർ അയച്ചു കൊടുക്കണേ, കല്യാണമാണ്. മച്ചാൻ ഫ്ലൈറ്റും വിളിച്ച് നേരെ കല്യാണം കൂടാൻ വേണ്ടി വന്ന് മനസ്സ് തകർന്നിരിക്കണ കാഴ്ചയാണ് ഗൈസ്. അതായത് ആ ഒരു സീനാണ്, ആ ഒരു കസ്റ്റമറാണ് ഇന്ന് എൻ്റെ വണ്ടി കയറിയത്. ഭയങ്കര സീനായി. ഞാൻ പുള്ളിയുടെ ഒപ്പം തന്നെ ആയിരുന്നു, ഇത്ര 4 മണി വരെ പുള്ളിയുടെ ഒപ്പം തന്നെ ആയിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് പിന്നെ പുള്ളീനായിട്ട് കുറച്ച് കറങ്ങിയിട്ടാ, അവിടെ ഇവിടെ ആയിട്ടൊക്കെ കറങ്ങി ഒരു 4-4.5 മണിക്കൂറോളം പുള്ളിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പുള്ളീനെ വന്നിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി, വീട്ടിലല്ല ഒരു കൂട്ടുകാരുടെ വീട്ടിലാണെന്ന് തോന്നുന്നു, ഡ്രോപ്പ് അടിച്ച്. അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നിട്ടാ. പുള്ളി എത്ര രൂപയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ബ്രോ, ഇന്നത്തെ ദിവസം സീനില്ല, എനിക്ക് സീനില്ല ബ്രോ, പൊയ്ക്കോളാൻ പറഞ്ഞ്. ആ പുള്ളി വേറെ അടുത്ത് ഇല്ല ബ്രോ അത് മേടിക്കണം എന്നുള്ള രീതിയിൽ പുള്ളി 1000 rupees എൻ്റെ കയ്യിൽ തന്നിട്ടാ. ആ 1000 rupees ഒരു 212 രൂപയാണ് നമ്മുടെ 8th ഡേയുടെ ഏണിങ്സ് ഇട്ടാ. ഇന്ന് 8ാം ദിവസമാണ് ഏണിങ്സ് ചലഞ്ചിൻ്റെ. 8ാം ദിവസം ഫുള്ളായിട്ട് ഓടിയില്ല, ആ ഒരു കസ്റ്റമറും പിന്നെ ആ നേഴ്സ് കസ്റ്റമറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇന്നത്തെ ദിവസം സംഭവിച്ചേക്കണ ആകെ 1212 രൂപ ഉള്ളു കേസ്. കാരണം ഒരു സീനായിരുന്നു കേസ്. അത് നിങ്ങൾക്ക് ഞാൻ എത്രത്തോളം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെന്ന് എനിക്കറിയില്ല. കുറേ സംസാരിച്ച് ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളും അവരുടെ വീട്ടുകാർ ഇവനെ വിളിച്ചിട്ട് മോനെ നിർത്ത്, ഞങ്ങളെ കൊണ്ട് പറ്റൂല, അത് ശോകമാണ് മറ്റേ മറിച്ചാണെന്നുള്ള പറച്ചിലും അങ്ങനത്തെ കുറേയൊക്കെ ഉണ്ടായി. ഇവ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, എന്നാലും മച്ചാൻ ഇപ്പോഴും ആ പുള്ളിക്കാരത്തിന് ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് ആ പുള്ളിക്കാരത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് തീർന്നു, വെട്ടിക്കെട്ട് കഴിഞ്ഞാൽ എന്തായാലും. മച്ചാനിപ്പോൾ സ്ട്രോങ് ആക്കിയിട്ടാണ് വിട്ടേക്കണം. മച്ചാനെ സ്ട്രോങ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്ട്രോങ് ആക്കി വിട്ടേക്കണം. ഞാനൊക്കെ അതെ നമ്മുടെ ചെല്ലാനം റിസോർട്ടിലേക്ക് വന്നേക്കണാണ്. ജയ്ബ്രോയും ഉണ്ട്, ഫാരിഷും ഉണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ അടുത്തൊക്കെ കഥ പറഞ്ഞു, ഞാൻ പറഞ്ഞു വ്ളോഗ് ചെയ്തായിരുന്നു, ഇന്നത്തെ ദിവസം ഷോ വരുന്നു ബ്രോ, ഇങ്ങനെ ഒരു കസ്റ്റമർ അപ്പോൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫാരിഷ് പറഞ്ഞ എൻ്റെ അടുത്ത്, അയാൾ അതൊക്കെ പറയണം, എല്ലാവരും കേൾക്കട്ടെ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കണ കഥകളാണ്, ഇതൊക്കെ നീ ഷെയർ ചെയ്യ്, ഇതൊക്കെയല്ലേ ഷെയർ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അതൊരു വ്ളോഗ് ആക്കിയതാണ്. ഇത് പറയാൻ കാരണം ഫാരിഷ് വേണ്ട, അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് ആക്കൂലായിരുന്നു സത്യത്തിൽ. ഫാരിഷ് പറഞ്ഞു ഇപ്പോഴും ജാതകവും ഇതൊക്കെ നോക്കി കെട്ടി ഓരോരുത്തരുടെ മനസ്സൊക്കെ വേദനിപ്പിച്ച് നടക്കണ കുറേ ആൾക്കാരുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ഡിപ്രഷനിൽ ആ ചെക്കൻ പോയല്ല അടുങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അപ്പോഴും മരിക്കണല്ലേ. അതൊക്കെ തന്നെയായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാടാ, സാധനം എടുത്തടാ. ഇത് നമ്മുടെ ടർബോൻ്റെ കടയിൽ വന്ന ഒരു സാധനം ഉണ്ടാ. ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോയപ്പോൾ എനിക്ക് മച്ചാൻ പറഞ്ഞ ചേട്ടാ ഇതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി, സംഭവം കിട്ടില്ല സാധനമാണ് ഇത്. ഇതിങ്ങനെ ഓണാക്കാം, ഇതിങ്ങനെ ഓണാക്കിയിട്ട് നമ്മൾ ഈ വെയിലത്തൊക്കെ ഇരിക്കുന്ന സമയത്തില്ലേ മിനി ഫാനാണിത്. അതായത് 4000 ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് വേണ്ട. ഇത് ചെയ്യപ്പോ താക്കൂല ഗൈസ്. ഇത് നമ്മളിപ്പോൾ വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ വണ്ടി ഓഫ് ആക്കിയിട്ടല്ലേ നമ്മൾ ഇരിക്കണം എന്തായാലും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ നക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 120 സ്പീഡ് വരെ പോകും. അത് പെട്ടെന്നൊന്നും ഓഫായി പോകില്ല സാധനം. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ട് ഇരിക്കും, നല്ല കാറ്റുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ ടർബോ പറഞ്ഞു ചേട്ടേ, എന്തായാലും ഊബർ ഓടുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന സാധനമാണ്, അതുകൊണ്ട് പരിചയപ്പെടുത്തിയാണ്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കേട്ടാ, ഞാൻ കൊറിയർ അയച്ചു തരാം. സെറ്റാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. ഒറ്റടിക്ക് നിന്ന് പിന്നെ നമ്മുടെ ഈ ചാർജർ തന്നെ മതി കുത്തിയിടാന്നുള്ള. ആണ് CC ഉണ്ടോ, ഇതിൽ കുത്തിയിടുകയും ചെയ്യാം. സെറ്റ് ഉണ്ടോ, ഇതിപ്പോൾ 84% ചാർജ് ഉണ്ട് ഓൾറെഡി. സംഭവം കൊള്ളാടാ. ഇതിപ്പോൾ പിന്നെ എൻ്റെ വണ്ടിയിലുണ്ടാവും, ഇത് ഞാൻ തിരിച്ചു കൊടുക്കണത്, ഇത് എനിക്കുള്ളതാ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ദിവസം 8 ഡേ ചലഞ്ചിൻ്റെ എന്നാൽ 8ാം ദിവസമായിട്ട് ഒരു ദുരന്ത കഥയായിപ്പോയി. അത് സെൻറ്റി ആയിപ്പോട്ടാ.
നമ്മളും ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ കടന്നു വന്നേക്കാണ്. എന്നാലും അല്ലേ, ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവും ഈ സാധനം. ദൈവമേ, ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൊല്ലുമല്ലാതെ. അപ്പോൾ ഞാൻ പറയാം, 8 days ചലഞ്ചിൽ നമുക്ക് ഏണിങ്സ് 1212 രൂപ പ്ലസ് 8ാം ദിവസമായിട്ട് നമ്മൾ ടോട്ടലി ഒപ്പിച്ചേക്കുന്നത് ഇത്രയും രൂപയാണ് കേട്ടോ. ഈ കാണിക്കുന്ന രൂപയാണ് നമ്മൾ 8 ദിവസം കൊണ്ട് ഒപ്പിച്ചേക്കുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല ഹൈപ്പ് ലെവലിലുള്ള കസ്റ്റമേഴ്സ് കയറും. ചില ദിവസങ്ങളിൽ ഇതാണ് അവസ്ഥ. നമ്മളും ആ ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞ് ഈ 4 മണിക്കൂർ ഞാൻ പുള്ളിയോടൊപ്പം സംസാരിച്ച് സെറ്റായി. പുള്ളി ബിയർ എനിക്ക് ഓഫർ ചെയ്ത്, പിന്നെ വോഡ്ക ഓഫർ ചെയ്ത്, ഫുഡ് മേടിച്ചു തന്നായിരുന്നു കേട്ടോ. ഫുഡ് ഞാൻ അവിടെ ഇരുന്ന് ഫുഡ് ചെറുതായിട്ട് നൈസായിട്ട് കഴിച്ചായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചായിരുന്നു. അപ്പോൾ അതും കഴിച്ച് കാരണം പോസ്റ്റല്ലേ. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ബ്രോ സീനില്ല, ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വെച്ചോ ബ്രോ എന്ന് പറഞ്ഞു. 2,500 നോട്ട് എനിക്കെടുത്ത് തന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഓട്ടം കാലിയല്ല. 4 മണിയായപ്പോഴത്തേക്കും എനിക്കും ആകെ ബാഡായി. ഇങ്ങനെ 4 മണിക്കൂറൊക്കെ ഒരു കസ്റ്റമറുടെ ഒപ്പം പോയി പുള്ളിയുടെ കഥയൊക്കെ ആയിട്ടിരുന്നപ്പോൾ എനിക്കും ആകെ ബാഡായി. അങ്ങനെ ഞാൻ നിർത്തി പോന്നാണ്. അപ്പോൾ ഞാൻ ഫാരിഷും ജയ്ബ്രോ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കണായിരുന്നു. ഇവിടെ നമുക്കിപ്പോൾ ഗസ്റ്റിന് കൊടുത്തു തുടങ്ങിയല്ലോ. സോ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചയൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുക. ഈ ജാതകം ഇതൊക്കെ നോക്കി കെട്ടാനാണെന്നുണ്ടെങ്കിൽ സ്നേഹിക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. വെറുതെ വിഷമിച്ച് ചാകാൻ വേണ്ടി മാങ്ങാത്തൊലിയൊക്കെ. ഗൈസ്, പിന്നെ നമ്മുടെ വൈറ്റ് പാലസ് റിസോർട്ട് ഇതാണ്ട. നമുക്ക് താഴത്തെ 2 റൂംസ് ഉണ്ട്, പിന്നെ മേളിൽ 2 റൂംസ് ഉണ്ട്. ടോട്ടൽ ഒരു 10 പേർക്ക് സ്റ്റേ ചെയ്യാട്ടാ. എന്തായാലും ഇവിടം വരെ വന്നല്ലേ, ഇതും കൂടി ഒന്ന് കാണിച്ചേക്കാം. ഇത് 2 AC റൂമാണ്. മേളിലത്തെ 2 AC ഞങ്ങളിപ്പോൾ കട്ടാക്കി ഇട്ടേക്കാണ്. കാരണം നമ്മുടെ ബാക്ക് സൈഡിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കണോ, കുക്കേരിക്കണോ, ബാക്ക് സൈഡിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുൾ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ് ഞങ്ങൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അടി കാണാൻ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, മേളിലത്തെ റൂം കൂടി കാണിച്ചു തന്നേക്കാം. ഇതാണ്ടോ മേളിൽ. ഇവിടെ ഒരു 5 പേർക്ക് സെറ്റ് ചെയ്ത് കിടക്കാം. നമ്മുടെ AC ഇപ്പോൾ കട്ടാണ്. മേളിലത്തെ 2 റൂമിൻ്റെ AC ഞാൻ ബാക്കിൽ ചെറിയ പണി കിടക്കൊണ്ട് കട്ടാക്കിയിട്ടാണ്. സോ AC ഒക്കെ ഉണ്ട്, സെറ്റ് ചെയ്യാം. കൂളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ പുറത്തത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഫണ്ടാസ്റ്റിക് വ്യൂ ഉണ്ടോ. 360 ലെവലിൽ ലേക്കാണ്. പിന്നെ ഇതിൻ്റെ മേളിലിരിക്കട്ടോ. മേളിൽ ഒരു 10-15 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. നൈസായിട്ടിരുന്ന് ബ്ലാസ്റ്റ് ചെയ്യാം. ആരുമില്ല, ഒരു ശല്യമില്ല. എടാ സെറ്റ്. ആ ഗ്രൗണ്ടിൽ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഗ്രൗണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെ. പിന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് ഫിഷൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പിടിക്കാം. കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുമ്പോൾ മാക്സിമം ഒരു 2 ദിവസമൊക്കെ നിന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കയാക്കൊക്കെ ചെയ്ത് കായലൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാട്ടാ. ഇരുന്നുള്ള ടാക്സി ഓടിച്ചിട്ടേ വണ്ടി ഓടിച്ചിട്ടുള്ള പണി ആയതുകൊണ്ടേ വയറൊക്കെ ചാടി ആകെ ശോകം. ആൾക്കാരൊക്കെ കളിയാക്കാൻ തുടങ്ങിയ ഇതെന്താണ് വയറൊക്കെ ഇങ്ങനെ ഇരിക്കണുള്ള. നമുക്ക് വയറൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കണം. എന്നിട്ട് ജിമ്മിനൊക്കെ പോകണം, ഒന്ന് സെറ്റാണ്. അപ്പോൾ ചമ്മരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ, കമൻ്റ് അടിക്കുക, ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കറക്റ്റല്ലേ? ബൈ ബൈ.